വിളക്കിൽ നിന്ന് വരുന്ന ഭൂതത്തിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ വിളക്കിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഡ്രാഗന്റെ കഥ കേട്ടാലോ? 2021 പുറത്തിറങ്ങിയ വിഷ് ഡ്രാഗൺ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ക്ലാസ് മുറിയിൽ ടീച്ചർ ചൈനീസ് ഭാഷയിൽ എങ്ങനെയാണ് ഡ്രാഗൺ എന്ന് എഴുതേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്നാൽ ആ ക്ലാസ്സിലെ ഒരു വികൃതി പയ്യനായിട്ടുള്ള ഡിൻ, അവൻ പക്ഷേ ഡ്രാഗൺ എന്ന് എഴുതുന്നതിന് പകരം ഡ്രാഗന്റെ പടം വരച്ചു. ടീച്ചർ അവനെ പുറത്താക്കി. തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ലീന എന്ന പെൺകുട്ടിയെയും ഈ പേരിൽ ടീച്ചർ പുറത്താക്കിയിരിക്കുന്നു. അന്ന് വൈകുന്നേരം ഡിന്നിനെ അവന്റെ ഒരു ഫ്രണ്ട് കളിയാക്കിയപ്പോ ഡിന്നിനെ കളിയാക്കിയ പയ്യനെ അടിക്കുകയാണ് ലീന. അന്ന് തൊട്ട് നമ്മുടെ ഡിന്നും ലീനയും നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. എപ്പോഴും അവർ ഒന്നിച്ചുണ്ടായിരിക്കും, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും, അങ്ങനെ എപ്പോഴും. ഡിന്നും ലീനയും ഇപ്പോ ഒരു ഡ്രാഗന്റെ പട്ടമുണ്ടാക്കി. എന്നാൽ അത് നല്ല അസലായിട്ട് ഫ്ലോപ്പായി. പട്ടം തകർന്നെങ്കിലും അവിടെ വെച്ച് അവർ തീരുമാനമെടുത്തു, ജീവിതത്തിൽ എന്നും അവർ നല്ല സുഹൃത്തുക്കളായി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം തന്നെ ലീനയുടെ അച്ഛൻ ബിസിനസ് ആവശ്യത്തിന്റെ പേരിൽ ഈ സ്ട്രീറ്റിൽ നിന്ന് വീട് മാറി പോവുകയാണ്. ഡിന്നും ലീനയും അങ്ങനെ വേർപിരിഞ്ഞു. കാലം ഒരുപാട് കഴിഞ്ഞു. ആ സ്ട്രീറ്റ് ഇപ്പൊ വലിയൊരു സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. ഡിന്ന് പാർട്ട് ടൈം ജോലിയായിട്ട് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ അങ്ങനെ പാറി പറന്ന് ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സുഹൃത്തിനെ കാണുവാണ്. നീ ഇന്നും എന്റെ നോട്ട്സ് ഒക്കെ എഴുതിക്കോണേ, എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്റെ ഫ്രണ്ടിന് ഒരു സമ്മാനം മേടിക്കാനുണ്ട് എന്നൊക്കെ ഡിൻ പറയുകയാണ്. അങ്ങനെ അവന്റെ അവസാനത്തെ ഡെലിവറി അത് കൊടുക്കാനായിട്ട് അവൻ പോയി നോക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു സ്ട്രീറ്റിൽ എത്തുവാണ്. അവിടെ സ്റ്റെയർ കയറുമ്പോൾ ഒരു ഡോറുണ്ട്. ആ ഡോർ തുറന്നോളാനായിട്ട് അകത്തുള്ളയാൾ പറയുന്നു. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ ആ വീടിന്റെ ചുമരൊന്നുമില്ല. ഉക്കുലേല് പിടിച്ചിരിക്കുന്ന ഒരു അപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു, ഞാനാണ് ദൈവം, നീ എനിക്ക് ചിക്കൻ സൂപ്പ് തരാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അതെ അപ്പൂപ്പ, ഇത് വാങ്ങി വെച്ചിട്ട് പൈസ തന്ന എനിക്ക് പോകായിരുന്നു എന്ന് ഡിൻ പറയുമ്പോൾ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പകരം നിനക്ക് ഞാൻ വിശേഷപ്പെട്ട ഒരു സാധനം തരാം എന്ന് പറഞ്ഞ് ഒരു ടീ പോട്ട് കൊടുക്കുകയാണ് ആ അപ്പൂപ്പൻ. ഡിൻ പിന്നെ ഒന്നും പറയാതെ അങ്ങേർക്കെന്തോ ഭ്രാന്താണെന്ന് കരുതി തിരിച്ചു വന്നു. കയ്യില് പൈസ വെച്ച് ലീനയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് പോവാനായിട്ട് അവൻ ഒരു കോട്ടും സൂട്ടും ഒക്കെ വാങ്ങാൻ ചെല്ലുവാണ്. ചീപ്പ് റേറ്റിന് അവൻ അതൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നു. അവന്റെ അമ്മ വീട്ടിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അമ്മയെ സഹായിക്കുന്ന നല്ലൊരു കുട്ടിയാണ് ഡിൻ എന്നൊക്കെ അമ്മയും അതുപോലെ ആ റെസ്റ്റോറന്റിൽ വന്നിട്ടുള്ളവരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡിന്നിന്റെ ഫ്രണ്ട് വന്ന്, എടാ നീ നാളെ തൊട്ട് ക്ലാസ്സിന് വന്നില്ലെങ്കിൽ ടീച്ചർ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ഡിൻ ഇതുവരെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുകയാണെന്നുള്ള കാര്യം അമ്മയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരും അറിയുന്നേ. ഡിന്നിന്റെ അമ്മ അവനെ പൊതിരെ തല്ലി. എന്നാലും അതൊന്നും അവന് പ്രശ്നമായിരുന്നില്ല. അന്ന് രാത്രിയില് അവൻ വാങ്ങിയ ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ലീനയോടൊന്നിച്ച് അവൻ ഇരുന്നിരുന്ന ആ ഒരു ടെറസിന് മുകളിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ബിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ലീനയുടെ അച്ഛൻ വലിയ പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ്. അപ്പോ പുള്ളിക്കാരന്റെ ഒരു വാച്ചിന്റെ പരസ്യത്തിന്റെ മോഡലായിട്ട് അഭിനയിക്കുന്നത് ലീന തന്നെയാണ്. ആ ബിൽ ബോർഡിൽ കാണുന്ന അവളുടെ ചിത്രം നോക്കിയിട്ടാണ് അവളോട് ബർത്ത്ഡേ നമ്മുടെ ഡിൻ വിഷ് ചെയ്യുന്നത്. എന്നും അവൾ എന്റെ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം എന്ന് ഡിൻ പറഞ്ഞപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടീപോട്ടിൽ നിന്ന് പിങ്ക് നിറത്തിലെ ഒരു ഡ്രാഗൺ പുറത്തോട്ട് വരുവാണ്. ഞാനാണ് ലോങ്സു, നിങ്ങൾ എന്റെ മാസ്റ്റർ ആണ്, നിങ്ങളുടെ ഏത് 3 ആഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരുമെന്ന് ലോങ്സു പറയുന്നു. പക്ഷെ ഡിന്നിന് ഇതെന്താണെന്ന് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് എ മിനിറ്റ്, ഹൂ ആർ യു എന്ന് ഡിൻ തിരിച്ചു ചോദിക്കുവാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ, എന്റെ പേര് ലോങ്സു എന്നാണ്, ഞാനാണ് വിഷ് ഡ്രാഗൺ. ഒരു ശാപം കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ടീ പോട്ടിന്റെ അകത്ത് അകപ്പെട്ടത്. എനിക്ക് 10 മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്റെ 10ാമത്തെ മാസ്റ്റർ നിങ്ങളാണ്. ഓരോ മാസ്റ്ററിനും 3 ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ അടുത്ത മാസ്റ്ററിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും. 10ാമത്തെ മാസ്റ്ററിന്റെ 3ാമത്തെ ആഗ്രഹവും സാധിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകാം. അപ്പൊ ഇത്രയും പെട്ടെന്ന് 3 ആഗ്രഹങ്ങൾ ചോദിച്ചേന്ന് ഡിന്നിനോട് ഈ വിഷ് ഡ്രാഗൺ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇതേ ടീ പോട്ട് തപ്പിയിട്ട് 3 ഗുണ്ടകൾ ആ സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിലെ നേതാവിന്റെ പേരായിരുന്നു പോക്കറ്റ്സ്. പുള്ളിക്കാരന്റെ കൈ രണ്ടും ഫുൾ ടൈം പോക്കറ്റിലായിരിക്കും. അങ്ങനെ അത് ഡിന്നിന്റെ കയ്യിലാണെന്നുള്ള കാര്യം ഇവന്മാർക്ക് മനസ്സിലായി. ഡിന്നിനോട് ആ സമയത്ത് നമ്മുടെ വിഷ് ഡ്രാഗൺ പറയുന്നുണ്ട്, നിനക്കല്ലാതെ ഈ ടീപോട്ട് കയ്യിലുള്ളവർക്കല്ലാതെ ബാക്കി ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യം.
ഡിൻ അങ്ങനെ ഗുണ്ടകളെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ് ഡ്രാഗൻ എന്റെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരൂ എന്നല്ലേ പറഞ്ഞത്, എനിക്കിപ്പോ നന്നായിട്ട് കുങ്ഫു കളിക്കാൻ പറ്റണോ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഡിൻ അറിയാതെ അവൻ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ വരെ ആ ഗുണ്ടകള് അവിടെയും ഇവിടെയും മറിഞ്ഞുകെട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. ഡിൻ അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ആ പോക്കറ്റ്സ് ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് പണിയായിരുന്നു. എന്നാലും അവന്മാരെ എല്ലാത്തിനെയും ഇടിച്ചൊതുക്കിയിട്ട് നമ്മുടെ ഡിൻ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ അതൊക്കെ ഒരു സ്വപ്നം പോലെ ഡിന്നിന് തോന്നുവാണ്. എന്തായാലും അവൻ അമ്മയോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, നിങ്ങൾക്കൊരു ടീപ്പോട്ട് കിട്ടി, 3 ആഗ്രഹം സാധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? അപ്പോൾ ഡിന്നിന്റെ അമ്മ പറഞ്ഞു, നീ ഒന്ന് നന്നായി കണ്ടാൽ മതി എന്ന് വിചാരിക്കുമെന്ന്. അത് കേട്ട് ചിരിച്ച് ഡിൻ അകത്തോട്ട് പോയപ്പോൾ ടീപ്പോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ദേ നോക്കുമ്പോൾ ഡ്രാഗനും പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ ഒരാഗ്രഹം ചോദിച്ചു, ഇനി 2 ബാലൻസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകായിരുന്നു എന്ന് ഈ ഡ്രാഗൻ പറയുകയാണ്. ഇന്നാണ് നമ്മുടെ ലീനയുടെ ബർത്ത്ഡേ. അപ്പോൾ ഡിൻ നമ്മുടെ ഡ്രാഗനെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ ബസ്സിൽ കയറി പോകാനായിട്ടൊന്നും നമ്മുടെ ഡ്രാഗൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഡ്രാഗൻ ഡിന്നിനെ കൊണ്ട് ഒരു ടാക്സി വിളിപ്പിച്ചു. പക്ഷേ ടാക്സിയിലൊക്കെ പോയ ഒരുപാട് പൈസയാവുമെന്ന് ദേ ഈ ഡിൻ പറഞ്ഞപ്പോ, നിങ്ങളെ ഞാൻ പണക്കാരനാക്കിയാലോ, അതായിക്കോട്ടെ നിങ്ങളുടെ 2ാമത്തെ ആഗ്രഹം, എന്റെ ഒരുപാട് മാസ്റ്റേഴ്സ് ഇതൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ ഡിൻ പറഞ്ഞു, ഞാൻ നിന്റെ പുറത്തിരുന്ന് പോയാലോ? പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര ട്രാഫിക് ആണ്. അങ്ങനെ ഡിന്നുമായിട്ട് വിഷ് ഡ്രാഗൻ ലീനയുടെ വീടിന്റെ മുൻപിലെത്തി. പക്ഷെ അവളുടെ വീടിനകത്തേക്ക് കയറണമെങ്കിൽ പണക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഡിൻ ആലോചിക്കുവാണ്. അപ്പോ നമ്മുടെ വിഷ് ഡ്രാഗൻ കുറച്ച് കാര്യങ്ങൾ ഡിന്നിനോട് പറഞ്ഞു കൊടുത്തു. ഒരാളുടെ മനസ്സ് മാറ്റാനോ ടൈം ട്രാവൽ ചെയ്യിക്കാനോ എനിക്ക് സാധിക്കില്ല. മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മാസ്റ്റർ പറഞ്ഞാൽ മതിയെന്ന് വിഷ് ഡ്രാഗൻ പറയുവാണ്. നിനക്കറിയാമോ, ആ നിൽക്കുന്ന പെണ്ണ് അവളും ഞാനും ചെറുതായിരിക്കുമ്പോൾ എന്ത് കൂട്ടായിരുന്നെന്ന്? മനുഷ്യന്മാരല്ല പുള്ളെ, അതൊക്കെ തന്നെ മാറിപ്പോവുമെന്ന് വിഷ് ഡ്രാഗൻ ഡിന്നിനോട് പറയാണ്. അത് നിനക്ക് ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ ഡിൻ ലീനയും അവനും തമ്മിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥ വിഷ് ഡ്രാഗന് പറഞ്ഞു കൊടുത്തു. എനിക്കിപ്പോ അകത്തോട്ട് പോകാനായിട്ട് നീ തൽക്കാലം എന്നെ നല്ലൊരു പണക്കാരനാക്കൂ എന്ന് പറഞ്ഞപ്പോ വിഷ് ഡ്രാഗൻ ശരിക്കും ആദ്യം ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരന്റെ സമയത്ത് പണക്കാരെങ്ങനെയിരിക്കുന്നു ആ ഒരു വേഷത്തിലേക്ക് ഡിന്നിനെ വിഷ് ഡ്രാഗൻ മാറ്റി. ഇങ്ങനെയല്ല വേണ്ടത്, ഇപ്പോഴത്തെ പണക്കാരല്ലേ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കുന്നേ, ആ ഒരു രീതിയിലേക്ക് വിഷ് ഡ്രാഗൻ ഡിന്നിനെ മാറ്റി. എന്നിട്ട് അവന്റെ PA ആയിട്ട് മനുഷ്യരൂപത്തില് നേരെ ലീനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഡിന്നിന്റെ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരുന്നു പോക്കറ്റ്സ്. എന്നിട്ട് അവന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിൻ നല്ലൊരു അടിപൊളി കാറിലൊക്കെ വന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ഗസ്റ്റുകൾ ഡിന്നിനെ കണ്ട് അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ലീനയാണെങ്കിൽ ഫുൾ ടൈം എല്ലാവരോടും നമ്മുടെ ലീന അവിടെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അത് അവള് ഹാപ്പി ആയിരുന്നത് കൊണ്ടല്ല, അവളുടെ അച്ഛന്റെ PA പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും വെറുപ്പിക്കാൻ പാടില്ല. അങ്ങനെ അവള് മനസ്സിൽ സങ്കടം ഉണ്ടായിട്ടും പുറമേക്ക് ചിരിച്ചു കളിച്ച് നടക്കുകയാണെന്ന് ഡിന്നിന് മനസ്സിലായി. അവളുടെ വിഷമം എല്ലാം തന്നെ മാറ്റിക്കൊടുക്കണോ എന്ന ഡിൻ തീരുമാനത്തിലെത്തുന്നു. പക്ഷെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോലും അവളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ഗസ്റ്റുകൾ എല്ലാവരും അവളെ കളിയാക്കുവാണ്. ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഡിൻ പെട്ടെന്ന് അവന്റെ കുങ്ഫു പെർഫോമൻസ് ഓഡിയൻസിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ഈ തക്കത്തിന് ലീന അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. ഡിന്നും അവളുടെ പിന്നാലെ തന്നെ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിഷ് ഡ്രാഗനെ, അവനിപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിലാണല്ലോ ഉള്ളത്, ഒരു ലേഡിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരി അവനെ കിസ് ചെയ്തപ്പോ അവന്റെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ പരവേശം കൊണ്ടുപോയി വെള്ളം കുടിച്ചതോ അത് ടോയ്ലറ്റിലെ വെള്ളമായി പോയി. അയ്യേ! അങ്ങനെ നമ്മുടെ വിഷ് ഡ്രാഗൻ അവിടെ നിന്ന് പുറത്തേക്ക് കടങ്ങുന്നു. ലിൻ ഇപ്പോ ലീനയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നതാണെന്ന് ഡിൻ പറയുന്നുണ്ട്. ലീന പെട്ടെന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്റെ അച്ഛൻ എന്റെ ഒരു കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവില്ല, ഞാൻ എപ്പോഴും ഇവിടെ ഒറ്റയ്ക്കായിരിക്കും എന്നൊക്കെ ലീന പറയാണ്. എന്നിട്ട് അല്ല, നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവളുടെ അച്ഛൻ വീഡിയോ കോൾ വഴി അവളെ വിഷ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന പോലെ ഒരു മാല കൊടുക്കുവാണ്. കഴിഞ്ഞ 2 തവണയും അച്ഛൻ ഇതേ ഗിഫ്റ്റ് ആണല്ലോ തന്നതെന്ന് ലീന പറയുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഡിൻ പറഞ്ഞു, എല്ലാ ഗിഫ്റ്റുകളും തരുമ്പോൾ അവരുടെ മനസ്സിന്റെ സ്നേഹമാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നു. ഡിന്നിനെ നമ്മുടെ ലീനയുടെ അച്ഛൻ പരിചയപ്പെടുവാണ്. അവൻ പക്ഷേ ഡെയിൻ എന്ന രീതിയിൽ പേര് മാറ്റി പറയുന്നുണ്ട്. അവന്റെ ലുക്കൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയ ലീനയുടെ അച്ഛൻ പിറ്റേ ദിവസം ലീനയോട് അവനോടൊത്ത് ഡേറ്റിന് പൊക്കോളാനായിട്ട് പറയുവാണ്. അവൻ ഡെയിൻ എന്ന പേര് മാറ്റി പറഞ്ഞത് കൊണ്ടാണ് പുള്ളിക്ക് അവനെ മനസ്സിലാവാതിരുന്നത്. അച്ഛൻ പറഞ്ഞത് അനുസരിക്കുകയല്ലാതെ ലീനയ്ക്ക് മറ്റു വഴികളൊന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ ഡിൻ വിഷ് ഡ്രാഗനോട് പറയുന്നുണ്ട്, നാളെ നോക്കിക്കോ, ഡേറ്റിന്റെ ഇടയിൽ ഞാൻ ലീനയോട് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമെന്ന്. അതെന്തുകൊണ്ട് നീ ഇന്ന് പറഞ്ഞില്ല?
നിനക്ക് തന്നെ അറിയാം നിന്റെ യഥാർത്ഥ പേരും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന്. നാളെയും ഇത് തന്നെ നടക്കുകയുള്ളൂ എന്ന് വിഷ് ഡ്രാഗൺ പറയുന്നു. അത് നിനക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വില മനസ്സിലാവാത്തത് കൊണ്ടാ. നീ കണ്ട മനുഷ്യന്മാരെ പോലൊന്നുമല്ല ഇവിടെയുള്ളവരെന്ന് ഡിൻ പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ വീണ്ടും പറയുവാ, നിന്നെ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പണക്കാരനാക്കാം എന്ന്. പക്ഷെ ഡിൻ അത് സമ്മതിച്ചില്ല. ലീനയുടെ അച്ഛൻ ഇപ്പോ ബിസിനസ്സിൽ ഭയങ്കര ഡള്ളായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് ബാങ്കിന്റെ കടം വരെ തിരിച്ചടയ്ക്കാൻ കഴിവില്ല. അങ്ങനെ പുള്ളി നമ്മുടെ പോക്കറ്റ്സിനെ വിളിച്ചിട്ട് ആ ജാറ് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരനും അതിലൊരു കൈയുണ്ടെന്ന് അർത്ഥം. തിരിച്ചു വന്ന ഡിൻ പെട്ടെന്ന് വേഷമൊക്കെ മാറിയിട്ട് അമ്മ വരുമ്പോഴേക്ക് പഠിക്കുന്ന പോലെ ഇരിക്കുകയാണെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായി സൽപുത്രം പഠിക്കുകയൊന്നും അല്ലായിരുന്നു എന്ന്. ഡിന്നിന്റെ അമ്മ അവന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നാളേക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ് ഡിൻ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഡിൻ പുറത്തോട്ടിറങ്ങുമ്പോൾ പോക്കറ്റ്സിന്റെ ഗുണ്ടകൾ ഇവൻ വലിയ രീതിയിൽ വേഷം മാറി പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അവരിവനെ ഫോളോ ചെയ്ത് പോകുവാണ്. ഡിൻ അങ്ങനെ വേഷമൊക്കെ മാറി വിഷ് ഡ്രാഗന്റെ സഹായത്തോട് കൂടിയിട്ട് ലീനയെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് പണക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നറിയില്ല. അക്കാര്യം പറഞ്ഞ് ലീന അവനെ കളിയാക്കിയപ്പോ വിഷ് ഡ്രാഗൻ ബാക്കിയുള്ള പണക്കാരൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഡിന്നിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാണ്. ഇതിപ്പോ ഞാൻ ഇതുവരെ കണ്ട പണക്കാരെ പോലെയല്ല നീയെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ നീയും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് ലീന ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോ ഡിൻ അവളെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് നിക്ക് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പോക്കറ്റ്സും ബാക്കി ഗുണ്ടകളും അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് കണ്ട് ഡിൻ ലീനയെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഒറ്റയോട്ടമാണ്. നീ എവിടേക്കാ എന്നെ കൊണ്ട് പോകുന്നതെന്ന് ലീന ചോദിക്കുന്നുണ്ട്. പക്ഷെ ഡിൻ അതൊന്നും പറയുന്നില്ല. അങ്ങനെ വിഷ് ഡ്രാഗന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു മുഖംമൂടിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇതുപോലെ ഡ്രാഗൺ മുഖംമൂടിക്കുള്ളിലൂടെ ആ ഗുണ്ടകളും ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഉടനെ തന്നെ വിഷ് ഡ്രാഗൻ അവിടെ ഒരു കാറ്റുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ കാറ്റത്ത് ഈ ഡിന്നിനെയും ലീനയെയും ഉള്ളിലിരുത്തിക്കൊണ്ട് തന്നെ ഈ ഡ്രാഗൺ പാവ ഇവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. ഇവര് പറക്കുന്നത് കണ്ട് അതുപോലെ തന്നെ ഗുണ്ടകളും പറക്കാൻ നോക്കി. പക്ഷെ അവന്മാര് പതുക്കോ എന്ന് പറഞ്ഞ് താഴേക്ക് ദാ കിടക്കുന്നു. അങ്ങനെ ഡിന്നും ലീനയും പറന്നിറങ്ങുന്നത് ഇവന്റെ വീടിരിക്കുന്ന ആ ഒരു സ്ട്രീറ്റിലായിട്ടാണ്. ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ വേഷം മാത്രമാണ് അവൻ ഈ പണക്കാരൻ്റെതായിട്ടുള്ളത്. അങ്ങനെ തിരിച്ചവൻ അവന്റെ ലുക്കിലേക്ക് വന്നപ്പോൾ ലീനയ്ക്ക് അവനെ കണ്ട ഉടനെ തന്നെ മനസ്സിലായി. എനിക്ക് ചെറുതായിട്ട് നിന്റെ സ്വഭാവത്തിൽ ഡൗട്ട് വന്നിരുന്നു എന്ന് ലീന പറയുവാണ്. ശരിക്കും ഡിൻ എന്താണോ വിഷ് ഡ്രാഗനോട് പറഞ്ഞിരുന്നത് അതേ സ്വഭാവമാണ് ലീനയ്ക്കുണ്ടായിരുന്നത്. അവൻ പണക്കാരനായതുകൊണ്ടോ പാവപ്പെട്ടവനായതുകൊണ്ടോ സ്വഭാവത്തില് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. അവരൊന്നിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഡിൻ ലീനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനിടയ്ക്ക് അമ്മയെ കാണിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്. ശേഷം ലീന ഡിന്നിനോട് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. നിനക്കറിയാലോ, എൻ്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. പക്ഷേ അച്ഛൻ എന്നെ ഹാപ്പി ആക്കി ഇരുത്താൻ വേണ്ടിയല്ലേ ഇത്ര കഷ്ടപ്പെടുന്നേ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അച്ഛനോട് ചെയ്തത് വരെ തെറ്റാ. ഞാനിങ്ങോട്ട് വരാൻ കൂടെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ലീന തിരിച്ചുപോയി. ഡിൻ അന്നേരം വിഷ് ഡ്രാഗനെ വിളിച്ചു പറഞ്ഞു, നീ ഇത്രയും നാള് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പണമാണ് എല്ലാതും തീരുമാനിക്കുന്നത്. എന്നെ എത്രയും പെട്ടെന്ന് നീ ഒരു പണക്കാരനാക്കൂ എന്ന് ഡിൻ പറയുമ്പോൾ, മാസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശരിക്കും വിഷ് ഡ്രാഗൻ ജീവിച്ചിരിക്കുമ്പോൾ ആരായിരുന്നു എന്ന് പറയുകയാണ്. കുഞ്ഞുനാളു മുതൽ പണത്തിന്റെ മുകളിൽ പണം കണ്ടു വളർന്ന ഒരു ചക്രവർത്തി. അയാൾ വലുതായപ്പോഴും മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ പുള്ളി സമ്പാദിക്കാനായിട്ടുള്ള കാര്യം മാത്രം ഓർത്തു. മക്കളെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിപ്പിച്ചു. ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു മകനെ നിധി തേടിവിട്ട് ആ പയ്യനും ഇല്ലാതായി. അങ്ങനെ അവസാന കാലത്ത് ഈ ചക്രവർത്തി ഒറ്റയ്ക്കായപ്പോൾ തന്നെ അതുവരെ സംരക്ഷിച്ച എല്ലാവരെയും ശപിച്ചു. അങ്ങനെ ആത്മാവ് സ്വർഗവാതിലിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ദൈവം ശാപം കൊടുത്തിട്ടാണ് വിഷ് ഡ്രാഗൻ ആക്കിയിട്ട് ഈ ലോങ് സൂവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. 10 മാസ്റ്റേഴ്സിന്റെ കൂടെ നിന്ന് ജീവിതം പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ മതിയെന്ന ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 9 മാസ്റ്റേഴ്സിൽ നിന്ന് ഞാൻ ഒന്നും പഠിച്ചില്ല. നിന്നിൽ നിന്നാണ് പലതും ഞാൻ പഠിച്ചതെന്ന് ലോങ്സു പറഞ്ഞു. അപ്പോഴേക്ക് ദേ പോക്കറ്റും ആൾക്കാരും കൂടെ അവിടേക്ക് വന്ന് നമ്മുടെ ഡിന്നിനെ ഇടിയോടിടി. അങ്ങനെ ആ ടീപോട്ട് പോക്കറ്റ്സിന്റെ കയ്യിലായി. ഇപ്പോ പോക്കറ്റ്സ് ആ ഒരു ടീപോട്ട് നേടിയെടുത്തത് തന്നെ ലീനയുടെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ലീനയുടെ അച്ഛനെ ചതിച്ച് ആ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് പുള്ളിക്കാരനെ പോക്കറ്റ്സ് തള്ളിയിട്ടു. ശേഷം വിഷ് ഡ്രാഗന്റെ അടുത്ത് നിന്ന് വാങ്ങിയ ആ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ഇടത്തെ കൈ തൊടുന്നതെല്ലാം തന്നെ പൊന്നാകുമെന്ന്. ഇപ്പൊ നമ്മുടെ ലീനയുടെ അച്ഛൻ പുള്ളിക്കാരൻ ജീവൻ വെടിഞ്ഞിരിക്കുന്നു.
നമ്മുടെ വിഷ് ഡ്രാഗനുമായിട്ട് പോക്കറ്റ്സ് പോകുന്ന അതേ വണ്ടിയിലേക്ക് ഡിൻ ചാടി കയറുകയാണ്. ഈ ടീപോട്ട് ആരുടെയൊക്കെ കയ്യിൽ കിട്ടുന്നോ അവരുടെയൊക്കെ ആഗ്രഹം അവർ സാധിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പപ്പിക്കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് പോക്കറ്റ്സിന്റെ കൈ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ പോയി പെട്ടതും വണ്ടി സ്വർണ്ണമായി പോയി. അങ്ങനെ ആക്സിഡന്റ് പറ്റി ഡിന്നിനെ എടുത്ത് പെരുമാറുകയാണ് പോക്കറ്റ്സ്. അതിനിടയ്ക്ക് ഡിന്നിനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ആ കൈ നേരെ പോയി കൊള്ളുന്നത് നമ്മുടെ വിഷ് ഡ്രാഗന്റെ ദേഹത്തേക്കാണ്. വിഷ് ഡ്രാഗൻ അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്നു. അറിയാതെ പുള്ളിക്കാരന്റെ ദേഹത്ത് തന്നെ പുള്ളിയുടെ കൈ പറ്റിയിട്ട് പോക്കറ്റ്സും സ്വർണ്ണമായിട്ട് മാറുകയാണ്. പുള്ളി ഒരു പാലത്തിൽ തട്ടി പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുണ്ട്. വിഷ് ഡ്രാഗനെ രക്ഷിക്കാനായിട്ട് ഡിന്നിനും സാധിച്ചില്ല. അങ്ങനെ വിഷ് ഡ്രാഗൻ പിന്നീട് എഴുന്നേൽക്കുന്നത് സ്വർഗവാതിലിന്റെ മുൻപിലാണ്. ദൈവം അയാളോട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സമയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിന്നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ ഇതുവരെ സാധിപ്പിച്ചു കൊടുത്തില്ല എന്ന് ഈ വിഷ് ഡ്രാഗൻ അതായത് ലോങ് സു ദൈവത്തോട് പറയുവാണ്. ഒരു കരാറിന്റെ പേരിൽ ദൈവം അതിനെ വീണ്ടും തിരിച്ചയക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഡിന്നിന്റെ അടുത്തെത്തിയ വിഷ് ഡ്രാഗനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വിഷ് ഡ്രാഗൻ ഡിന്നിനോട് നിന്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലീനയുടെ അച്ഛന് ജീവൻ കൊടുക്കണമെന്ന് പറയുകയാണ് നമ്മുടെ ഡിൻ. അങ്ങനെ അവളുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഡിൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ലീനയും അവളുടെ അച്ഛനും കൂടെ അവിടേക്ക് വരുന്നത്. ഇവർ 4 പേരും ഡിന്നറൊക്കെ കഴിച്ചു. ലീനയുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ വെച്ച് ഇപ്പോൾ ഡിന്നിന്റെ അമ്മയ്ക്കായിട്ട് ഒരു റെസ്റ്റോറന്റ് പണിത് കൊടുത്ത് അങ്ങനെ അവർ 4 പേരും നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഡിൻ വീണ്ടും വിഷ് ഡ്രാഗന്റെ പോട്ട് പോലുള്ള പോട്ട് കാണുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് വിഷ് ഡ്രാഗനെ വീണ്ടും ഡിൻ പുറത്തേക്ക് വിളിച്ചു വരുത്തി നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അവസാന ആഗ്രഹം സാധിപ്പിക്കാനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തോടൊരു കരാറുണ്ടായിരുന്നു. വീണ്ടും 10 മാസ്റ്റർമാരുടെ കീഴിൽ നിന്നിട്ട് വീണ്ടും ഞാൻ അങ്ങനെ പോവുമെന്നുള്ള കാര്യം. അങ്ങനെ ഡിൻ ഈ ഒരു പോട്ട് ഒരു ആക്രിക്കാരന് കൊടുക്കുവാണ്. ആ ആക്രിക്കാരൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഉക്കുലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ അപ്പൂപ്പനാണ്, അതായത് ദൈവമാണ്. അത്തരത്തിലെ ഒരു സീൻ കാണിച്ചുകൊണ്ട് 2021 പുറത്തിറങ്ങിയ വിഷ് ഡ്രാഗൻ എന്ന ഈ ഒരു അടിപൊളി മൂവി അവസാനിക്കുകയാണ്. ശരിക്ക് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് ആ ഒരു ടച്ചൊക്കെ വരുന്ന മൂവിയാണ്. എന്നാലും കുറെ കൂടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഈ ഒരു ഫിലിമിനുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. കൂടെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകളോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമന്റ് ബോക്സ് വഴി നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കെന്നാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.